നമസ്കാരം. തിരുവനന്തപുരത്താണുള്ളത്. കേരളത്തിലെ വളരെയധികം ജനപ്രിയ ട്രെയിനുകളിൽ ഒന്നായ വേണാട് എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാവിലെ 5:25 ഈ ട്രെയിൻ പുറപ്പെടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് പോകാം. ഇപ്പോൾ സമയം കറക്റ്റ് ഒരു 4:40. ഇവിടെ രാവിലെ ഒരുപാട് ട്രെയിനുകൾ പുറപ്പെടാനുണ്ടല്ലോ. നമ്മുടെ വന്ദേ ഭാരത് ഉണ്ട്, അങ്ങനെ ഒരുപാട് ട്രെയിൻ ഉണ്ട്. അതിൻ്റെയൊക്കെ ആ ഒരു തിരക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ ഒരു റോഡ് മുറിച്ച് കടന്നിട്ട് നമുക്ക് നേരെ ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകാം. ഇവിടെയാണ് KSRTC ബസ് ടെർമിനൽ വരുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ താമസിച്ചത് ഇവിടുത്തെ ഡോർമെട്രിയിലായിരുന്നു റെയിൽവേൻ്റെ. അതൊക്കെ വരുന്നത് ആ ഒരു ഫസ്റ്റ് ഫ്ലോറിലാണ്. തിരുവനന്തപുരം സെൻട്രൽ പ്ലാറ്റ്ഫോം നമ്പർ 5 ഞങ്ങൾ കയറിയിരിക്കുകയാണ്. ഇവിടത്തേക്കാണ് വേണാട് എക്സ്പ്രസ് ഷണ്ട് ചെയ്ത് വരുന്നത്. ട്രെയിൻ നമ്പർ 16302 തിരുവനന്തപുരം ഷൊർണൂർ. ഇത് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ആണ്, ലോക്മാന്യത്തിൽ. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഇതിനുണ്ടല്ലോ റിസർവേഷൻ കോച്ചായിട്ട് വെറും 3 മാത്രമേ ഉള്ളൂ. 2 സെക്കൻഡ് സീറ്റിങ്ങും 1 ചെയർ കാറും. അതിൽ ഞങ്ങൾ ഇന്ന് ഷൊർണൂർ വരെ ട്രാവൽ ചെയ്യുന്ന കോച്ച് ചെയർ കാറ് C1. ഇതൊക്കെ ഇതിൻ്റെ അൺറിസേർവ്ഡ് കോച്ചാണ്. വന്ദേ ഭാരതിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. നല്ല വണ്ടിയാണ് കേട്ടോ വേണാട്. നല്ല അടിപൊളി കോച്ചുകളാണ്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന C1 കോച്ച് ഇതാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറാം. ഡോറ് വരുന്ന സ്ലൈഡിങ് ആണ്. നമ്മുടെ സീറ്റ് വരുന്നത് 3ഉം 4ഉം ആണ്. ഇതാണ് ഇത് 3, 4 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് പുറകിലേക്കാണ് പോകാനുള്ളത്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അന്നും പുറകിലേക്ക് തന്നെയാണ് വേണാട് യാത്ര ചെയ്യുമ്പോണ്ടായത്. ഇന്നും പുറകിലേക്ക് തന്നെയാണ്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇത് കാസർഗോഡ് വന്ദേ ഭാരത് എടുത്ത് പോവുകയാണ്. ഇപ്പോൾ നല്ല മിന്നലൊക്കെ ഉണ്ട് കേട്ടോ. സമയം കറക്റ്റ് 5:15. അതുപോലെ നമ്മളുടെ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. WP7 തന്നെയാണ് ലോക്കോമോട്ടീവ് ഒക്കെ വരുന്നത്. അവിടെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു ലോക്കോമോട്ടീവ് തന്നെയാണ് ഷൊർണൂർ വരെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ ഇതാ തിരുവനന്തപുരം ഷൊർണൂർ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു നെയിം ബോർഡൊക്കെ ഇതാ. നേരെ നമ്മുടെ കോച്ചിൻ്റെ അങ്ങോട്ട് തന്നെ പോവാം. നമ്മുടെ ട്രെയിൻ പുറപ്പെടാൻ ഇനി ഒരു 10 മിനിറ്റും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത കാര്യത്തെ പറ്റിയൊക്കെ പറയാം. ഞങ്ങൾ ഇതിൽ 1.5 ആഴ്ച മുന്നെയാണ് ബുക്ക് ചെയ്തത്. അവൈലബിൾ ഉണ്ടാകുമ്പോൾ തന്നെ ബുക്ക് ചെയ്തു. പ്രിഫറൻസ് വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് തന്നെ കിട്ടിയത്. പക്ഷേ ഇന്ന് നോക്കുന്ന സമയത്ത് വെയിറ്റ് ലിസ്റ്റ് 60 വരെ ഉണ്ടായിരുന്നു. നല്ല തിരക്കാണ് ഈ ഒരു വണ്ടിക്ക്. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ചെയർ കാർ ഇവിടുന്ന് തിരുവനന്തപുരത്ത് ഷൊർണൂർ വരെ ഒരാൾക്ക് വരുന്ന ഫെയർ പറഞ്ഞാൽ 475 രൂപയാണ്. നമ്മൾ സെക്കൻഡ് സീറ്റിങ്ങിനാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ 130 രൂപ. ജനറൽ ആണെങ്കിൽ 130 ഒരു 15 രൂപ കുറച്ചാൽ ആ ചാർജും വരും. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 5:25 തന്നെ വേണാട് എക്സ്പ്രസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരം സെൻട്രലിനോട് വിടാം. തിരുവനന്തപുരം സെൻട്രൽ. ഓൺ ടൈമിന് എടുത്തു. ഇവിടെ ഫുഡ് റെസ്റ്റ് ഉണ്ട്, വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, നമുക്കൊരു ടേബിൾ ഉണ്ട്. എന്തെങ്കിലും ഫുഡൊക്കെ വെച്ച് കഴിക്കണമെങ്കിൽ ടേബിൾ ഉണ്ട്. പിന്നെ നമുക്ക് സീറ്റ് പുഷ് ബാക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. കർട്ടൻ ഇവിടെ ഉണ്ട്. ചാർജിങ് സോക്കറ്റ് ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ ഇവിടെ ലൈറ്റും ഉണ്ട്. എല്ലാം ഓക്കെയാണ്. ഇനിയിപ്പം ഇരുട്ടല്ലേ, നല്ല വെളിച്ചം വരട്ടെ, എന്നിട്ട് പുറത്തെ നല്ല കാഴ്ചകളൊക്കെ കാണാം. തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. ഈ ഒരു ട്രെയിന് ഒട്ടുമിക്ക എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പ് ഉണ്ട്. എല്ലായിടത്തും 1 മിനിറ്റ് 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ ഓൾറെഡി ഗ്രീൻ സിഗ്നലാണ്. പിന്നെ ഇത് പാൻട്രി കോച്ചാണ്. നമുക്കിതിൽ പാൻട്രി അവൈലബിൾ ആണ്. എന്താ മിന്ന്. ചിറയൻകീഴും കടയ്ക്കാവൂരും കഴിഞ്ഞ് ട്രെയിൻ ഇതാ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പം 6:11. നേരൊക്കെ നല്ല രീതിയിൽ വെളുത്തു. ഇതിലൂടെ ഒരു റോഡൊക്കെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ അൺറിസേർവ്ഡ് കയറേണ്ട തിരക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. വർക്കല ശിവഗിരി.
ഈ വർക്കല എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇവിടെ തന്നെ ശിവഗിരിയും ഉണ്ട്, വർക്കല ബീച്ചും ഉണ്ട്. ഇവിടെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, 2 അല്ല 3. അതായത് നമ്മുടെ കോർബ എക്സ്പ്രസ്, അല്ലെങ്കിൽ നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീൻ സ്വർണ്ണ ജയന്തി, അല്ലെങ്കിൽ ഇൻഡോർ അഹല്യ നഗരി. കാരണം ഈ 3 വണ്ടിയായിട്ട് ഇത് റേക്ക് ഷെയറിംഗ് ഉണ്ട്. അതങ്ങ് അവിടെ ഉണ്ടതാ. ട്രെയിൻ ഇപ്പോൾ പരവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ഈ ഒരു സ്ഥലത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. 2016 കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് അപകടം. ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഇത് മയ്യനാട് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ഇതിൻ്റെ ഒരു മെയിൻ ഭാഗം ഇവിടെയാണ് വരുന്നത്. നമ്മൾ നോർമൽ ട്രെയിനിൽ പോകുമ്പോൾ ഇവിടെ നിന്നും സ്റ്റോപ്പ് ഉണ്ടാവാറില്ലല്ലോ. ഇതിനാകുമ്പോൾ പിന്നെ എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ട്. ട്രെയിൻ ഇപ്പം 100 km/h സ്പീഡിന് മുകളിൽ തന്നെയാണ് പോകുന്നത്. ഇത് മംഗളൂരു ജംഗ്ഷൻ കൊച്ചുവേളി അന്ത്യോദയ എക്സ്പ്രസ് ആണത്. അത്യാവശ്യത്തിന് നല്ല സ്പീഡുണ്ട് ട്രെയിൻ. സൂര്യനൊക്കെ ഉദിച്ച് വരികയാണ്. സമയം 6:41. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ റിനോവേഷൻ വർക്കുകളാണ് ഈ കാണുന്നത്. കൊല്ലത്ത് നമ്മുടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ ഈ ഒരു കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. വേൾഡിലത്തെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള 3ാമത്തെ പ്ലാറ്റ്ഫോം ഉള്ളത് നമ്മുടെ ഇവിടെയാണ്. അതുപോലെ തന്നെ കൊല്ലം ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് ചെങ്കോട്ട പുനലൂർ ഭാഗത്തേക്ക് ഒരു റൂട്ട് കൂടെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ജംഗ്ഷൻ ആയത്. ഇപ്പോൾ ഒരു ട്രെയിൻ വരും. ഇന്ത്യയിലത്തെ ഏറ്റവും ദൂരത്തിലോടുന്ന 2ാമത്തെ ട്രെയിൻ സിൽച്ചർ തിരുവനന്തപുരം അരണോയി എക്സ്പ്രസ്. 12 മണിക്കൂർ വൈകി ഓടുന്നത്. ഇന്നലെ രാത്രിക്ക് ഇതിലൂടെ പോകേണ്ട ട്രെയിനാണ്. ഒരു 1.5 ഡിലേ. ട്രെയിൻ ഇപ്പോൾ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിൻ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് ശാസ്താംകോട്ടയിലാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് കരുനാഗപ്പള്ളിയാണ്. സിഗ്നൽ കണ്ട്. സമയം 7:30. കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണുന്ന ട്രെയിൻ വഞ്ചിനാട് എക്സ്പ്രസ്, എറണാകുളം തിരുവനന്തപുരം. കായംകുളത്തൊക്കെ എന്താ തിരക്ക് നോക്കി. ഇവിടെ നമ്മുടെ ട്രെയിൻ 2 മിനിറ്റിൻ്റെ സ്റ്റോപ്പ്. കായംകുളം ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് എറണാകുളത്തേക്ക് തന്നെ 2 റൂട്ടുണ്ട്. ഒന്ന് നമുക്ക് കോട്ടയം വഴിയും പോവാം, മറ്റൊന്ന് ആലപ്പുഴ വഴിയും പോവാം. നമ്മുടെ ട്രെയിൻ പോകുന്നത് കോട്ടയം വഴിയാണ്. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്, SMVT ബംഗളൂരു കൊച്ചുവേളി ഹംസഫർ എക്സ്പ്രസ്. ഇതിവിടെ കിടക്കാൻ കാരണം ഇപ്പോൾ നമ്മുടെ അതിന് തൊട്ട് മുന്നിൽ വഞ്ചിനാട് എക്സ്പ്രസ് കണ്ടതല്ലേ ഉള്ളൂ. അത് അവിടുന്ന് കുറച്ച് മൂവ് ചെയ്യണം. ഇതിന് കായംകുളത്ത് സ്റ്റോപ്പില്ല. അടുത്ത സ്റ്റോപ്പുള്ളത് കൊല്ലത്താണ്. ഞങ്ങൾ ഈ ഒരു വണ്ടിയിൽ ട്രാവൽ ചെയ്തിട്ടില്ല. ഒരു തവണ ട്രാവൽ ചെയ്യാം. ഇതിൽ സ്ലീപ്പർ
ക്ലാസ്സും ഉണ്ട്. ട്രെയിൻ ഇപ്പം മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിൻ 1 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. അതുപോലെ നമ്മുടെ ഈ ഒരു വേണാട് എക്സ്പ്രസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തിനും ഷൊർണൂരിനും ഇടയിൽ ഈ ട്രെയിന് 26 സ്റ്റോപ്പുണ്ട്. ട്രെയിൻ ഇപ്പം ചെറിയനാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ അധികം ഇറങ്ങലേ ഇല്ല, കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ നിന്നും അധികമൊന്നും ട്രെയിൻ സ്റ്റോപ്പേ ഇല്ലല്ലോ. അതുപോലെ തന്നെ ഈ സ്റ്റേഷനിൽ നെമ്മൂര് മാത്രമാണ് കൂടുതൽ സ്റ്റോപ്പ് ഉള്ളത്. മെയിനായിട്ട് നിർത്തുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ പാലരുവി, പിന്നെ നമ്മുടെ വേണാട് എക്സ്പ്രസ്. സിഗ്നൽ ആയിട്ടില്ല, പക്ഷെ അവിടെ ഗ്രീൻ തന്നെയാണ്. എന്തായാലും 1 മിനിറ്റ് നിർത്തും. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ഇനി അടുത്തത് തിരുവല്ല. എല്ലാം അടുത്തടുത്താണ്. പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ലയിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെയും നമ്മുടെ ട്രെയിനിൽ 1 മിനിറ്റാണ് സ്റ്റോപ്പ്. ഇനിയിപ്പം അടുത്ത സ്റ്റേഷൻ കൂടെ കഴിഞ്ഞിട്ട് രാവിലത്തെ ഭക്ഷണം വാങ്ങിക്കാം അല്ലേ? ചങ്ങനാശ്ശേരി 8 കിലോമീറ്റർ പോയി ചങ്ങനാശ്ശേരി എത്തിയല്ലോ. പാൻട്രിയിൽ തന്നെ വാങ്ങിക്കാം. വേറെ റെയിൽവേ സ്റ്റേഷൻ പിന്നെ കിട്ടൂലെന്ന് അറിയാമല്ലോ, ഇതിൽ തന്നെ വാങ്ങിക്കാം. സമയം ഇപ്പോൾ 8:22. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക. വെയിൽ തുടങ്ങി, നല്ല ചൂട്. ഞങ്ങൾ ഇതിൻ്റെ പാൻട്രിയിൽ തന്നെ രാവിലെ കഴിക്കേണ്ട ഇഡ്ഡലി ഇവിടെ വാങ്ങിച്ചിരിക്കുകയാണ്. ചട്നീൻ്റെ സാമ്പാറുണ്ട്, 2 പേർക്കുള്ളതുണ്ട്. 3 ഇഡ്ഡലിയും 1 വടയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിന് ഒരെണ്ണത്തിന് 40 രൂപയാണ് ആയത്, 2നും കൂടി 80 രൂപയായി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ ആ ഒരു പാൻട്രിയിലേക്ക് പോയ സമയത്ത് ആ ഒരു ജനറൽ ക്ലാസ്സിൻ്റെ കാഴ്ച കണ്ടു. ആ പാൻട്രി കാറിൻ്റെ അപ്പുറത്തെ സൈഡില്ലേ, അപ്പുറത്തെ സൈഡ് വരെ ജനറൽ വരുന്ന ഭാഗമാണ്. ആ ജനറലത്തെ ആൾക്കാർ മൊത്തം നിറഞ്ഞിട്ട് പാൻട്രീൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കയറി നിന്ന ഒരവസ്ഥ. കാരണം ജനറൽ കാല് കുത്താനിടയില്ല വേണാട് എക്സ്പ്രസിൻ്റെ. അപ്പോൾ നമുക്ക് രാവിലെ ഇത് കഴിക്കാം. സമയം 8:40, കോട്ടയം. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി വന്നത്. ഈ കോട്ടയത്ത് നിന്ന് ഞങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അൺറിസർവ്ഡിലേക്കൊക്കെ ആൾക്കാർ കയറുന്നത് കണ്ടത്. എന്തൊരു തിരക്കാന്നറിയ ഈ ട്രെയിന്. ഇവിടെ 3 മിനിറ്റ് ഉണ്ട് നമ്മുടെ ട്രെയിന് സ്റ്റോപ്പ്. അനൗൺസ്മെന്റ്. അവിടെ തന്നെയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡുള്ളത്. നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. കോട്ടയത്ത് നിന്ന് വണ്ടി എടുത്തു. ഇതിലെടുത്ത് പറഞ്ഞിട്ടൊരു കാര്യം, ഇതിൻ്റെ അൺറിസർവ്ഡ് കോച്ചിലൊക്കെ ആൾക്കാർ തൂങ്ങിയിട്ടാണ് പോകുന്നത്. അത്രയും റഷാണ്. പാലരുവി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ട്രെയിൻ മാത്രമാണല്ലോ ഉള്ളത്. അതാ ഇത്രയും തിരക്ക്. ഇവിടെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. നാഗമ്പടം ബസ് സ്റ്റാൻഡ്. ട്രെയിൻ ഇപ്പോൾ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. ഇവിടെ നല്ല വെയിൽ കാരണം ഈ ഒരു കർട്ടൻ താത്തിട്ടുണ്ട്. ഇത് റെയിൽവേ സ്റ്റേഷനിലെ വണ്ടി നിന്നു. അടുത്തത് പിറവനോടാണ്. ഇത് താത്തന്നെ നടക്കാം, അല്ലെങ്കിൽ ശരിയാവില്ല. നല്ല വെയിലുണ്ട്. ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് കർട്ടൻ റെഡി. സമയം 9:36. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ ട്രെയിൻ 1 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. ഈ ഒരു ട്രെയിനിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതും ജനറൽ തന്നെയാണ്. ജനറലും ഇതിൻ്റെ സെക്കൻഡ് സീറ്റിങ്ങും ഒന്നാണ്. ആകെ ഉള്ളത് പിന്നെയും നല്ലതായിട്ടുള്ളത് ഇതിൻ്റെ ചെയർക്കാറാണ്. ചെയർക്കാറിൻ്റെ ഡോറിൻ്റെ ഭാഗത്തെല്ലാം ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാത്തിലും കാല് കുത്താൻ ഇടയില്ല എന്ന് പറയും. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് എറണാകുളം ടൗൺ ആണ്. മുമ്പ് ഈ ട്രെയിൻ പോയിരുന്നത് ഇവിടെ തൃപ്പൂണിത്തുറ എറണാകുളം സൗത്ത് ജംഗ്ഷനിലേക്കാണ്. അവിടെ പോയി ലോക്കോ റിവേഴ്സ് ഒക്കെ ചെയ്തിട്ടാണ് പോയിരുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകില്ല, നേരെ എറണാകുളം ടൗൺ.
തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനാണിത്. ഇനിയിപ്പോൾ സൗത്ത് ഭാഗത്തേക്ക് പോകണമെങ്കിൽ മെട്രോ കയറി പോവാം. ഇത്ര ആൾക്കാരാണ് ഇവിടെ ഇറങ്ങി പോകുന്നത് കണ്ടോ. അറിയുന്ന ആരവാണ്. ഇപ്പം തൃപ്പൂണിത്തുറയിൽ നിന്നും വണ്ടി എടുത്തു. അവിടെ ഇപ്പോൾ കുറേ പേര് ഇറങ്ങും. നമുക്ക് നോക്കാം. ഇറങ്ങി. 1 മാസം മുന്നേ വരെ ഈ ട്രെയിൻ പോയത് ഈ ഒരു വഴിയായിരുന്നു, എറണാകുളം ജംഗ്ഷനിലേക്ക്. നമ്മളിപ്പം നേരെ പോകുന്നു എറണാകുളം നോർത്ത് ടൗൺ ഭാഗത്തേക്ക്. ഇതൊക്കെ ഇതിന്ന് ഇറങ്ങിയ ആൾക്കാരാണ്. ഇതാണ് എറണാകുളം ജംഗ്ഷൻ ഭാഗത്ത് നിന്ന് വരുന്ന ആ റൂട്ട്. സമയം 9:58. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലും റിനോവേഷൻ്റെ കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ. എറണാകുളം ടൗൺ മൊത്തത്തിൽ അല്ലെങ്കിൽ കിട്ടുന്ന റെയിൽവേ സ്റ്റേഷനാവും. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിന് 5 മിനിറ്റിൻ്റെ സ്റ്റോപ്പ്. ഇനി ഈ ഒരു ട്രെയിനിൻ്റെ ആ ഒരു സ്റ്റോപ്പൊക്കെ മാറ്റിയില്ലേ, അതിനെപ്പറ്റി പറയാം. 1.5 മാസം മുന്നേ ആണ് ഇതൊക്കെ മാറ്റിയത്. ഈ ഒരു എറണാകുളം ജംഗ്ഷന് പകരം നേരെ ഇനിയിപ്പം ടൗണിൽ ഓൾറെഡി സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു സ്റ്റോപ്പ് മാറ്റി ഇവിടത്തേക്കാക്കിയത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് നേരെ എറണാകുളം ജംഗ്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് എന്താ പറയുക ലോക്കൽ റിവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ ഒരുപാട് സമയം നമ്മുടെ വണ്ടി ഉണ്ടാവും. അതുപോലെ തന്നെ എന്നിട്ടാണ് എറണാകുളം ടൗണിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ തിരിച്ച് ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ സമാനമായ അവസ്ഥ. കാരണം വൈകുന്നേരം ഈ ഓഫീസിലൊക്കെ പോകുന്നവർക്കും അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെ ആയാലും ഓഫീസിൽ പോകുന്നവർക്ക് ഉപകാരമാണ് ഈ പറഞ്ഞ എറണാകുളം സൗത്തിലേക്ക് വണ്ടി പോകുന്നത്. പക്ഷേ നമ്മുടെ പോലെ ഷൊർണൂർ അല്ലെങ്കിൽ ദീർഘയാത്ര പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെറുതെ എറണാകുളം സൗത്ത് പോയിട്ട് ഇങ്ങനെ പോസ്റ്റായി കിടക്കാനേ ഉള്ളൂ. തീർച്ചയായും അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഉപകാരം മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പം ഈ ഒരു ടൈം വെച്ചിട്ട് നമ്മുടെ ഷൊർണൂർ എത്തുമല്ലോ, അപ്പം ശരിക്കും മനസ്സിലാവും. അതെ, അതുപോലെ തന്നെ പിന്നെ വേറെ കാര്യമുണ്ട്. ആ എറണാകുളം സൗത്തിലേക്ക് വണ്ടി പോകണമെന്ന് പറയുന്നത് സിൻഡിക്കേറ്റും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഓഫീസ് ആയിട്ട് ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. അവർക്കാണ് എറണാകുളം സൗത്ത് എന്താ പറയുക ഒഴിവാക്കുന്നവർ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരുന്നത്. സത്യം അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ രാവിലെ കോട്ടയത്ത് നിന്ന് പാലരുവി പോയി ചേട്ടൻ വേറെ വണ്ടിയില്ല. അതിനിടയിൽ വന്ദേ ഭാരത് പിന്നെ ഈ പറഞ്ഞ വേണാട് വേറൊരു വണ്ടിയില്ല. സത്യം പറയുകയാണെങ്കിലില്ല, കോട്ടയത്ത് നിന്ന് ഒരു രാവിലെ ഒരു വണ്ടി വേണം. എന്തായാലും ഒരു മെമുവോ പാസ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ തീർന്നേനെ അല്ലേ. അതെ, അവരുടെ പ്രശ്നം തീരും. നമ്മൾ ഇത് സമാനമായി ഇതേ അവസ്ഥയിൽ പോവുകയും ചെയ്യരുത്. സമയം 10:22. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക. എറണാകുളം നോർത്ത് കഴിഞ്ഞ ഉടനെ, അതായത് ടൗൺ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ അടുത്ത സ്റ്റേഷൻ വരുന്നത് ആലുവയാണ്. ഇനി അങ്ങോട്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. തിരക്കൊക്കെ എറണാകുളം വരെ ഉള്ളൂ. പെരിയാർ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്.
അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തി. അങ്കമാലി അഥവാ കാലടി. അങ്ങനെ അങ്കമാലി ഫോർ കാലടി എന്നാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. നമ്മുടെ ശങ്കരാചാര്യ ജന്മസ്ഥലമാണ് കാലടി. ഇവിടെ ഒരു സർവകലാശാലയുണ്ട്, സംസ്കൃത സർവകലാശാല. അത് വളരെയധികം പ്രസിദ്ധമാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ വേറൊരു റെയിൽവേ സ്റ്റേഷൻ വരാൻ വേണ്ടി പോകുന്നുണ്ട് കാലടി എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ശബരിമല പാതയില്ലേ, അങ്കമാലി ശബരിമല പാത യാഥാർത്ഥ്യമായാലും കാലടി എന്നൊരു റെയിൽവേ സ്റ്റേഷൻ വരും. സമയം 10:54 ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ 1 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് വണ്ടി എടുത്തു. അടുത്ത സ്റ്റോപ്പുള്ളത് ഇരിങ്ങാലക്കുട. ഇവിടെ എഫ്സിഐൻ്റെ ഗോഡൗൺ ഉണ്ട്. റേഷനരിയൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ട്രെയിൻ ഇപ്പോൾ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ 1 മിനിറ്റാണ് നമ്മുടെ ട്രെയിൻ ഹോൾട്ട് ഉള്ളത്. നല്ല മഴക്കാറ് പിടിക്കുന്നുണ്ട്. ഒരു മഴയൊക്കെ പെയ്യോ നോവി മിക്കവാറും ചാൻസ് ഉണ്ട് ഷൊർണൂർ എത്തുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ നമ്മുടെ വേണാട് എക്സ്പ്രസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. ഈ ട്രെയിൻ ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത് 1972 സമയത്താണ്. അപ്പോൾ പിന്നീട് എന്താ പറയുക, ഓടിത്തുടങ്ങിയ സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിൻ ഹാർബർ ടെർമിനൽസ് വരെയാണ് ഈ പറഞ്ഞ സർവീസ് ഉണ്ടായത്. 1980-83 സമയത്ത് ഈ ട്രെയിൻ ഉണ്ടല്ലോ ഡബിൾ ഡെക്കറാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് ഒരു ഡബിൾ ഡെക്കർ വന്നിട്ടുണ്ടല്ലോ, നമ്മൾ ഉദയ എക്സ്പ്രസ്. അതിൻ്റെ ട്രെയിൻ റൺ സമയത്ത് ഒരുപാട് മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് കേരളത്തിലേക്ക് ആദ്യമായൊരു ഡബിൾ ഡെക്കർ വരുന്നത്. ശരിക്കും അതൊന്നുമല്ല, ഇതാണ് ആദ്യത്തെ ഡബിൾ ഡെക്കർ. ഇപ്പോൾ ഒരു ട്രെയിൻ വരും, മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്. അത് ഏകദേശം ഈ ഒരു ഭാഗത്തെത്താനായി. നമ്മൾ നോക്കിയ സമയത്ത് ഏകദേശം എത്തി. പുതുക്കാട് റെയിൽവേ ഇതാ ടൈമിംഗ് അല്ലേ, അതാണ്. നമ്മൾ നോക്കിയ സമയത്ത് ഈ ഒരു ഭാഗത്ത് എത്താനായിട്ട് കണ്ടിരുന്നു. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇത് നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടെ 3 മിനിറ്റിൻ്റെ ഹോൾട്ട് സിഗ്നൽ കിട്ടി. അതുപോലെ ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി വരും, നമ്മുടെ ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് അല്ലേ. അതെവിടെ എത്തി? പൂങ്കുന്നം എത്തി. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റാണ് ഇവിടെ കേൾക്കുന്നത്. ഇപ്പോൾ ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ്. ഇന്ന് 2 മണിക്കൂർ ഡിലേ ആണ്. നല്ല ഹൈറ്റിലെത്തിയില്ലേ. ഇനി ഇതിൻ്റെ അകത്തുണ്ടല്ലോ വിരലിലെണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ വേക്കൻ്റാണ്. നമുക്കെന്തായാലും നമ്മുടെ വീട് തന്നെ മാത്രമേ ഇരിക്കാം. ഇനിയിപ്പം ഷൊർണൂർ എത്തുന്നതിന് മുമ്പ് ഇനിയും സ്റ്റോപ്പുകളുണ്ടല്ലോ. വടക്കാഞ്ചേരി ഉണ്ട്. ട്രെയിൻ ഇപ്പം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ 1 മിനിറ്റാണ് സ്റ്റോപ്പ്. അടുത്തതാണ് നമുക്ക് ഇറങ്ങേണ്ട ഡെസ്റ്റിനേഷൻ ഷൊർണൂർ. ഈ വേണാട് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ ഒരു ട്രെയിനാണ്. അപ്പോൾ ഈ വേണാട് എന്നൊരു പേര് എങ്ങനെ വന്ന് നമുക്ക് നോക്കാമല്ലോ. വേണാട് എന്ന് പറഞ്ഞാൽ പുരാതന ചേരൻ സാമ്രാജ്യത്തിലെ 18 രാജ്യങ്ങളിലൊന്നാണ്. നമ്മുടെ കൊല്ലം ജില്ലയും തിരുവനന്തപുരവും അതുപോലെ തന്നെ കന്യാകുമാരിൻ്റെ തമിഴ്നാട്ടിലെ കന്യാകുമാരിനെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെട്ട ഒരു പ്രദേശം, ഒരു രാജ്യമാണ് വേണാട്. ഇതിൻ്റെ തലസ്ഥാനം വരുന്നത് ആസ്ഥാനം കൊല്ലമാണ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, ആ ഒരു ഇതാണ് നമ്മുടെ വേണാട് എക്സ്പ്രസ്സിന് നൽകിയ പേരെന്ന് പറയുന്നത്. നമ്മുടെ എന്താ പറയുക, കേരളത്തിലെ ഏറനാട്, വഞ്ചിനാട്, മലബാർ എന്നൊക്കെ അങ്ങ് അറിയാലോ നിങ്ങൾക്ക്. പല പേരുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ ചേരൻ, ചോഴനെല്ല്, പാണ്ഡ്യനെല്ല്, അങ്ങനെ എല്ലാ പേരും ഉണ്ട്. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം, ഇതാണ് നമ്മുടെ ആ ഒരു റീൽസിലൊക്കെ കാണുന്ന ഒരു ക്ഷേത്രമില്ലേ, അതിനാണ്. ഇവിടെ
ഇവിടെ നമുക്ക് വാഷ് ഏരിയ ഒന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറണം. പിന്നെ ഇവിടെ മിറർ ഒന്നുമില്ല. ഈ ഒരു ടോയ്ലറ്റ് ഇല്ലേ, ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് ഈ അൺറിസർവ്ഡിലൊക്കെ ആൾക്കാരൊക്കെ മൊത്തം വന്ന് യൂസ് ചെയ്യുന്ന ഇതാണ്. അത് ബ്ലോക്കായി ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി അവസാനം. അതെന്താണെന്ന് വീഡിയോയിൽ പറയുന്നില്ല, നിങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ ദിബ്രുഗർ വിവേക് എക്സ്പ്രസ് നമ്മുടെ ഗോരഖ്പൂർ രപ്തിസാഗറിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇതേ ഒരു കാഴ്ച കാണാം. പക്ഷെ ഒരു കേരളത്തിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മുടെ കേരളത്തിൽ ഓടുന്ന വണ്ടിയിൽ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം നമുക്ക് ഈ പറഞ്ഞ ടോയ്ലറ്റിനകത്തേക്ക് കയറാൻ പോലും പറ്റുന്നില്ല. കാരണം എല്ലാം ജനറൽ ടിക്കറ്റ് എടുത്ത് വന്നവര് അത് മൊത്തം യൂസ് ചെയ്തിട്ടില്ല. വെള്ളം പോലും ഒഴിക്കാതെ വെച്ചു. ലാസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞ ശേഷമാണ് അതിപ്പം റെഡിയാക്കി ചെയ്തിട്ടുണ്ട്. DT ഒക്കെ വന്ന് സംസാരിച്ചു എന്ത് ചെയ്യേണ്ട അവസ്ഥ. ഷൊർണൂർ തൃശ്ശൂർ എക്സ്പ്രസ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പാലക്കാട് ഡിവിഷനാണ്. വെൽക്കം ടു പാലക്കാട് ഡിവിഷൻ. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് തിരുവനന്തപുരം ഡിവിഷൻ. ഭാരതപ്പുഴ തന്നെ. ഭാരതപ്പുഴ വെള്ളമൊക്കെ നല്ല രീതിയിൽ കുറവാണ്. എവിടെയുണ്ട് കുറച്ച് വെള്ളം. പിന്നെ ആ ഒരു ഭാഗത്തും ഉണ്ട്. എന്തൊക്കെയോ വർക്കുകളൊക്കെയാണ്. തിരുവനന്തപുരത്ത് നിന്നും 325 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സമയം കറക്റ്റ് ഇപ്പോൾ 12:20. ഇത് 6-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. അതാണ് ലാസ്റ്റ് പ്ലാറ്റ്ഫോം 7. നമുക്ക് ഈ ട്രെയിനിൻ്റെ D1 സെക്കൻഡ് സീറ്റിംഗ് കൂടെ ഒന്ന് കയറി നോക്കിയിട്ട് വരാം. ഇതിൻ്റെ സീറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ വരുന്നത് ഇങ്ങനെയാണ്. 3x3 ഫുഡ് റെസ്റ്റും നമ്മുടെ വാട്ടർ ബോട്ടിൽ ഹോൾഡറും ഈ നമ്മുടെ ടേബിൾ എല്ലാം പ്രൊവൈഡ് ആണ്. പുഷ് ബാക്ക് സീറ്റും കൂടെ അടിപൊളിയാണല്ലേ. നമ്മുടെ ഈ ഒരു വേണാട് എക്സ്പ്രസിനോടൊക്കെ വിട പറഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ ലോക്മാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് വന്നിട്ടുണ്ട്. ഇതിന്ന് ഡിലേ ആണ്. നേരെ ഇതുവഴി പുറത്തേക്ക് പോവാം. 6-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പം റെയിൽവേ സ്റ്റേഷനത്തൊക്കെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു പുറം ഭാഗത്ത് മൊത്തം ഓട്ടോ സ്റ്റാൻഡാണിത്. നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോവാം. ഇവിടെ വലിയൊരു ഭാഗമൊക്കെ കെട്ടി വലുതാക്കിയാണ്. നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് പോവാം, ആ ഒരു പാർക്കിങ്ങിൻ്റെ. ഇനി ഞങ്ങൾ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ വണ്ടിക്ക് വന്നാൽ മലബാറുകാർക്ക്, അതായത് നമുക്ക് ഈ ഒരു കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് ഒരു ഉപകാരം ഉണ്ടെന്ന്. അത് വേറെ ഒന്നുമല്ല, തിരുവനന്തപുരത്ത് തന്നെ നിങ്ങൾ കാസർഗോഡ് ഭാഗത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇനി പരശുറാം എക്സ്പ്രസിനെ കാത്തു നിൽക്കണ്ട. കാരണം ഇതിന് ടിക്കറ്റ് എടുത്തിട്ട് ജനറലോ റിസർവേഷനോ എടുത്തിട്ട് ഇവിടെ നമ്മുടെ ഷൊർണൂർ വരിക. ഷൊർണൂർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 12:35 ഒരു ട്രെയിൻ ഉണ്ട്, ചെന്നൈ എഗ്മോറിന്ന് മംഗളൂരു എക്സ്പ്രസ്. ആ ട്രെയിൻ കയറിയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഭാഗത്തേക്ക് പോകാം. പരശു എത്തുന്നതിന് 2 മണിക്കൂർ മുമ്പ് ആ ഒരു വണ്ടി നമ്മുടെ ഇവിടെ കാസർഗോഡാണ് കാസർഗോഡ്, കണ്ണൂരാണ് കണ്ണൂർ, ആ ഒരു ഭാഗത്ത് എത്തും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നേരത്തെ ടൈം പ്രകാരമാണ് ഇവിടെ എത്തുന്നത്. വേണാട് 12:50 12:35 ആ പറഞ്ഞ നമ്മുടെ എഗ്മോർ വണ്ടി, മംഗലാപുരം വണ്ടി കിട്ടൂല. ഇപ്പോൾ 12:20 12:15 12:10 ഒക്കെ എത്തുന്നതുകൊണ്ട് 12:35 വണ്ടി നമുക്ക് എന്തായാലും കിട്ടും. നമുക്കിനി ഒരു 10 മിനിറ്റ് കൂടി സമയമുണ്ട്. ആ സമയം കണ്ടാണ് പെട്ടെന്ന് വീഡിയോ നമ്മൾ ചെയ്തു തീർക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ജനശതാബ്ദി അല്ലെങ്കിൽ വന്ദേ ഭാരതൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് വരുമ്പോൾ കിട്ടിയില്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ പരശുറാമിനാണ് ആശ്രയിക്കുന്നത്. അത് ഈ കോഴിക്കോട് വന്നിങ്ങനെ ഒരു 1.5 മണിക്കൂർ നിർത്തിയിടുമല്ലോ. അതിന് വേണം വേണാട് കയറി വരിക. ഇവിടെ നമ്മുടെ മറ്റേ മംഗലാപുരം വണ്ടിക്ക് ഒരു കണക്ഷനായിട്ട് തന്നെ കിട്ടും. സുഖമായിട്ട് നമ്മളെ പോലെ തന്നെ നമ്മളിപ്പോൾ ആ വണ്ടിക്കാണ് പോകുന്നത്. വേണാട് എക്സ്പ്രസിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ ബൈ.